Hello, welcome to my channel ABCD5. I am Advocate Jasna Shabir Ali. Today, let's talk about to have. നമ്മളെല്ലാവരും ഹാവ് എന്ന ഓക്സിലറി വെർബിനെ കുറിച്ച് പഠിച്ചു. അതിൻ്റെ എസ് ഫോമായ ഹാസിനെ കുറിച്ച് പഠിച്ചു. പിന്നെ അതിൻ്റെ പാസ്റ്റ് ഹാഡ്, പിന്നെ അതിൻ്റെ ING ഫോം ഹാവിങ്. അതുപോലെ തന്നെ ഹാവ് എങ്ങനെ കോസറ്റീവ് വെർബായി ഉപയോഗിക്കാമെന്ന് പഠിച്ചു. പിന്നെ ഹാവ് ടു പഠിച്ചു. ഇതേപോലെ നമുക്ക് ടു ഹാവ് പഠിക്കണം. ടു ഹാവ് മാത്രം പോരാ, അത് പാസീവ് വോയിസിൽ വയ്ക്കുമ്പോൾ ടു ഹാവ് ബീൻ എന്നാവും. അതുകൂടെ പഠിക്കണം. അതുമാത്രമല്ല, നമ്മൾ ഹാവിങ് പഠിച്ചപ്പോൾ പറയാത്ത ഒന്നുകൂടെ ഉണ്ട്, ഫോർ ഹാവിങ്. അതുകൂടെ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാം. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കേണ്ടത് ടു ഹാവ് ബീൻ, ഫോർ ഹാവിങ്. ഇതിനെയൊക്കെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കാം. അപ്പോൾ ഏതായാലും നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ടു ഹാവ്. ആദ്യം ടു ഹാവ് വെച്ചൊരു സെൻറ്റൻസ് പറഞ്ഞു നോക്കാം. ഇതിൻ്റെ സെൻറ്റൻസ് സ്ട്രക്ചർ ടു ഹാവ് പ്ലസ് V3 എന്നാണ്. എക്സാമ്പിൾ ശ്രദ്ധിക്കൂ. I am glad to have received good comments from my subscribers. ഇവിടെ ഈ സെൻറ്റൻസിൻ്റെ അർത്ഥം എങ്ങനെയാണ്? എൻ്റെ സബ്സ്ക്രൈബേഴ്സിൽ നിന്ന് നല്ല കമൻസ് കിട്ടിയതിൽ ഞാൻ സന്തോഷിക്കുന്നു. ഐ ആം ഗ്ലാഡ്, ഞാൻ സന്തോഷിക്കുന്നു. ടു ഹാവ് റിസീവ്ഡ്, കിട്ടിയതിൽ. ഗുഡ് കമൻസ് ഫ്രം മൈ സബ്സ്ക്രൈബേഴ്സ്, എൻ്റെ സബ്സ്ക്രൈബേഴ്സിൽ നിന്ന് നല്ല കമൻസ്. അപ്പോൾ ഇവിടെ ഈ ടു ഹാവ് എന്ന് വെക്കുന്നത് ചെയ്തതിൽ, ചെയ്തതായി, അങ്ങനെയൊക്കെയുള്ള അർത്ഥങ്ങളിലാണ്. കൂടുതൽ എക്സാമ്പിൾസ് പരിചയപ്പെടുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടെ ടു ഹാവ് വയ്ക്കുന്നത് കഴിഞ്ഞ കാര്യത്തെക്കുറിച്ചുള്ള ഒരു എക്സ്പ്രഷൻ രേഖപ്പെടുത്തുന്നതിനാണ്. ഇവിടെ കിട്ടിയതിൽ എന്ന് പറയുമ്പോൾ കിട്ടിക്കഴിഞ്ഞു, അതിന് ശേഷമാണ് ഞാൻ സന്തോഷിക്കുന്നത്. കഴിഞ്ഞ കാര്യം, സംഭവിച്ച കാര്യം, പക്ഷേ ഇത് ഇപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ളത് നമ്മൾ വെക്കാറുള്ളത് പ്രസൻറ്റ് പെർഫെക്റ്റിലാണ്. ഐ ആം ഗ്ലാഡ് എന്ന് പറയുന്നത് പ്രസൻറ്റിലെ കാര്യമാണ്. അതായത് ഇപ്പോൾ ഞാൻ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഉണ്ടാകുന്ന കാര്യമാണ് ഐ ആം ഗ്ലാഡ്, ഞാൻ സന്തോഷിക്കുന്നു എന്നുള്ളത്. ഇവിടെ ഈ പ്രസൻറ്റ് മാറ്റി പാസ്റ്റ് ആക്കാം, ഐ വാസ് ഗ്ലാഡ് എന്നാക്കാം, ഐ വിൽ ഗ്ലാഡ് എന്നാക്കാം. ഇതുപോലെ പ്രസൻറ്റോ പാസ്റ്റോ ഫ്യൂച്ചറോ ഏത് വേണമെങ്കിലും നമുക്ക് ഈ ഐ ആം ഗ്ലാഡ് എന്ന ആ ഭാഗത്ത് വയ്ക്കാം. അങ്ങനെ പറയുമ്പോൾ പിന്നീട് വരുന്നത് പ്രസൻറ്റിലെ കാര്യമാണെങ്കിൽ പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ടായിരിക്കും അതിൻ്റെ അർത്ഥം. പാസ്റ്റിലെ ആണെങ്കിൽ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ടും, ഫ്യൂച്ചറിലെ കാര്യമാണെങ്കിൽ ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസുമായിട്ട് ബന്ധപ്പെട്ടുമായിരിക്കും അതിൻ്റെ അർത്ഥം. ഇത് മനസ്സിലാക്കാൻ എക്സാമ്പിൾ പറഞ്ഞു തരാം, അപ്പോൾ നിങ്ങൾക്ക് നന്നായി മനസ്സിലാകും. ഈ ഗ്രാമർ മെത്തേഡ് കേട്ട് വറീഡ് ആവേണ്ട ആവശ്യമില്ല. ഇവിടെ ഞാൻ പറഞ്ഞ സെൻറ്റൻസ് ഒന്നുകൂടി ശ്രദ്ധിക്കുക. I am glad to have received good comments from my subscribers. എൻ്റെ സബ്സ്ക്രൈബേഴ്സിൽ നിന്ന് നല്ല കമൻസ് കിട്ടിയതിൽ ഞാൻ സന്തോഷിക്കുന്നു. ഈ സെൻറ്റൻസ് നാം മറ്റൊരു തരത്തിൽ ഉപയോഗിക്കാറുണ്ട്. ലിസൺ, I am glad that I have received good comments. ഇങ്ങനെ നമ്മൾ പലരും പറയാറുണ്ട്. ഈ സെൻറ്റൻസ് തെറ്റല്ല, ഇത് ഗ്രാമാറ്റിക്കലി വളരെ കറക്റ്റായിട്ടുള്ള സെൻറ്റൻസാണ്. ഇവിടെ ഈ സെൻറ്റൻസിനെ കുറച്ചുകൂടി ചുരുക്കി കുറച്ചുകൂടി സ്റ്റാൻഡേർഡായി പറയാനാണ് ടു ഹാവ് ഉപയോഗിക്കുന്നത്. ഇവിടെ എന്ത് മാറ്റമാണ് ഉണ്ടായിട്ടുള്ളതെന്ന് നമുക്ക് നോക്കാം. ഞാൻ സന്തോഷിക്കുന്നു, ഐ ആം ഗ്ലാഡ്. ഐ ആം ഗ്ലാഡ് ദാറ്റ് എന്നുള്ളിടത്ത് ഐ ആം ഗ്ലാഡ് ടു ഹാവ് എന്നാക്കി മാറ്റുന്നു. പിന്നെ വീണ്ടും ഐ എന്ന സബ്ജക്റ്റ് വെക്കേണ്ടതില്ല. ഇവിടെ സബ്ജക്റ്റ് ഐ ആണല്ലോ, ഞാൻ സന്തോഷിക്കുന്നു എനിക്ക് കിട്ടിയതിൽ. അപ്പോൾ ഐ ആം ഗ്ലാഡ് ടു ഹാവ് റിസീവ്ഡ് ഗുഡ് കമൻസ്. ഇങ്ങനെ ദാറ്റ് കഴിഞ്ഞ് സെയിം സബ്ജക്റ്റാണ് വരുന്നതെങ്കിൽ അവിടെയൊക്കെ ടു ഹാവ് വെക്കാൻ പറ്റുമോ എന്ന് നമുക്കൊന്ന് നോക്കാം. ഐ ആം ഗ്ലാഡ് ദാറ്റ് ഐ റിസീവ് ഗുഡ് കമൻസ്. ഇവിടെ ടു ഹാവ് വയ്ക്കാൻ പറ്റുമോ? എനിക്ക് ഗുഡ് കമൻസ് കിട്ടാറുണ്ട്, അതിൽ ഞാൻ സന്തോഷിക്കുന്നു എന്നാണ് പറയുന്നത്. ഇത് സിമ്പിൾ പ്രസൻ്റ് ആണ്, രണ്ടും സിമ്പിൾ പ്രസൻറ്റിലാണ് വെച്ചിരിക്കുന്നത്. ഐ ആം ഗ്ലാഡ് എന്നുള്ളതും സിമ്പിൾ പ്രസൻ്റ് ആണ്, ഐ റിസീവ് ഗുഡ് കമൻസ് എന്നുള്ളതും സിമ്പിൾ പ്രസൻ്റ് ആണ്. ഇവിടെ സിമ്പിൾ പ്രസൻറ്റിലുള്ള കാര്യങ്ങളൊന്നും പറയാൻ ടു ഹാവിൻ്റെ ആവശ്യമില്ല. അവിടെ ഐ ആം ഗ്ലാഡ് ടു റിസീവ് ഗുഡ് കമൻസ് എന്ന് വെച്ചാൽ മതിയാകും. അതിൻ്റെ അർത്ഥം എനിക്ക് ഗുഡ് കമൻസ് കിട്ടാറുള്ളതിൽ ഞാൻ സന്തോഷിക്കുന്നു എന്നാണ്. പ്രസൻറ്റ് പെർഫെക്റ്റിലെ സെൻറ്റൻസിലാണ് ഐ ആം ഗ്ലാഡ് ദാറ്റ് ഐ ഹാവ് റിസീവ്ഡ് ഗുഡ് കമൻസ് എന്ന് വെച്ചതിലാണ് ഐ ആം ഗ്ലാഡ് ടു ഹാവ് റിസീവ്ഡ് ഗുഡ് കമൻസ് എന്ന് നമ്മൾ ടു ഹാവ് വെച്ച് പറഞ്ഞത്. ഇനി നമുക്ക് പാസ്റ്റ് പെർഫെക്റ്റിൻ്റെ കാര്യം നോക്കാം. ഐ വാസ് ഗ്ലാഡ്, ഞാൻ സന്തോഷിച്ചിരുന്നു. ഐ വാസ് ഗ്ലാഡ് ദാറ്റ് ഐ ഹാഡ് റിസീവ്ഡ് എന്നാണ് പറയുന്നത്. അതായത് എനിക്ക് ഗുഡ് കമൻസ് കിട്ടിയിട്ടുണ്ടായിരുന്നതിൽ ആണ് ഇതിൻ്റെ അർത്ഥം. ഇത് പാസ്റ്റിലെ കാര്യങ്ങളാണ് പറയുന്നത്. ഇവിടെയും നമുക്ക് ടു ഹാവ് പ്ലസ് V3 വയ്ക്കാം. ഐ വാസ് ഗ്ലാഡ് എന്നതിൽ നിന്ന് ഞാൻ സന്തോഷിച്ചിരുന്നു എന്നർത്ഥമാക്കാം. അതുകൊണ്ട് തന്നെ ടു ഹാവ് റിസീവ്ഡ് ഗുഡ് കമൻസ് എന്നുള്ളത് പാസ്റ്റ് പെർഫെക്റ്റിലെ കാര്യമാണെന്ന് ഐ വാസ് ഗ്ലാഡ് എന്നതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ മുമ്പ് കിട്ടിയിരുന്നതിന് മുമ്പ് ഞാൻ സന്തോഷിച്ചിരുന്നു എന്ന് തന്നെയാണ് അവിടെ അർത്ഥമാക്കുന്നത്. ഇനി നമുക്ക് ഫ്യൂച്ചർ പെർഫെക്റ്റിൻ്റെ കാര്യം നോക്കാം.
ഐ വിൽ ഗ്ലാഡ് ഞാൻ സന്തോഷിക്കും. ദാറ്റ് ഐ വിൽ ഹാവ് റിസീവ്ഡ് ഗുഡ് കമൻസ് വിത്തിൻ 1 വീക്ക്. ഒരാഴ്ചയ്ക്കുള്ളിൽ ഗുഡ് കമൻസ് കിട്ടുമെന്നതിൽ ഞാൻ സന്തോഷിക്കും. അപ്പോൾ അത് ഫ്യൂച്ചർ പെർഫെക്റ്റ് ആണ്. ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ് ആണ് എന്ന് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? ഐ വിൽ ഗ്ലാഡ് ഞാൻ സന്തോഷിക്കും എന്ന് പറഞ്ഞതിൽ നിന്ന് തന്നെ ഐ വിൽ ഹാവ് റിസീവ്ഡ് എന്നായിരിക്കും അവിടെ എന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ അവിടെ ഐ വിൽ ഗ്ലാഡ് ടു ഹാവ് റിസീവ്ഡ് ഗുഡ് കമൻസ് വിത്തിൻ 1 വീക്ക് എന്ന് പറയാൻ പറ്റും. വിത്തിൻ 1 വീക്ക് എന്ന് വെക്കുന്നിടത്താണ് നമുക്കത് പിന്നീട് സംഭവിക്കാൻ പോകുന്ന കാര്യമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൂടാതെ ഐ വിൽ ഗ്ലാഡ് എന്ന് പറയുമ്പോൾ അതും പിന്നീടുള്ള കാര്യമാണ്, ഫ്യൂച്ചറിലെ കാര്യമാണ്. ഐ വിൽ ഗ്ലാഡ് ഞാൻ സന്തോഷിക്കും. ടു ഹാവ് റിസീവ്ഡ് ഗുഡ് കമൻസ് വിത്തിൻ 1 വീക്ക് ഒരാഴ്ചയ്ക്കുള്ളിൽ ഗുഡ് കമൻസ് കിട്ടുമെന്നതിൽ ഞാൻ സന്തോഷിക്കും. അപ്പോൾ ഇവിടെ എല്ലായിടത്തും ടു ഹാവ് പ്ലസ് V3 വെച്ചാൽ നമുക്ക് ഉദ്ദേശിക്കുന്ന മീനിങ് ഒക്കെ കിട്ടുമോ എന്നാവും ഇപ്പോഴും നിങ്ങളുടെ സംശയം. കിട്ടും. കാരണം ഐ ആം ഗ്ലാഡ് എന്നുള്ളത് നമ്മൾ ഐ വാസ് ഗ്ലാഡ് ആക്കുന്നു, ഐ വിൽ ഗ്ലാഡ് ആക്കുന്നു. പിന്നെ ഈ ഐ വിൽ ഗ്ലാഡ് ആക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം അവിടെ ഫ്യൂച്ചറിൽ ഒരു സമയം കൂടി നമ്മൾ വെക്കുന്നുണ്ട്. കാരണം ഐ ആം ഗ്ലാഡ്, ഐ വാസ് ഗ്ലാഡ്, ഐ വിൽ ഗ്ലാഡ് ഇതൊക്കെ ആകുമ്പോൾ ടു ഹാവിന് കിട്ടിയതായി, കിട്ടിയിരുന്നതായി, കിട്ടുമെന്നതിൽ എന്നൊക്കെ തീർച്ചയായും അർത്ഥം വരും. അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ പ്രസൻറ്റ് പെർഫെക്റ്റ് ആണ്, പാസ്റ്റ് പെർഫെക്റ്റ് ആണ്, ഫ്യൂച്ചർ പെർഫെക്റ്റ് ആണ് എന്ന് ആ സെൻറ്റൻസിൽ നിന്ന് തിരിച്ചറിയാൻ പറ്റും. പിന്നെ അത് മാത്രമല്ല, ഈ ഐ വിൽ ഗ്ലാഡ് അതായത് ഫ്യൂച്ചറിലെ കാര്യങ്ങൾ പറയുമ്പോൾ നമുക്ക് ഈ ടു ഹാവ് പ്ലസ് V3 വെക്കുന്നതിനൊപ്പം തന്നെ ഫ്യൂച്ചറിലെ ഒരു സമയം കൂടി നമുക്കവിടെ ഉൾപ്പെടുത്തേണ്ടതാണ്. കാരണം അത് ഫ്യൂച്ചറിലെ കാര്യമാണ് എന്നറിയാൻ വേണ്ടി ഫ്യൂച്ചറിലൊരു സമയം കൂടി നമുക്കവിടെ ഉൾപ്പെടുത്താം. ഇവിടെ ഈ സെൻറ്റൻസ് ഒക്കെ ശ്രദ്ധിച്ചാൽ ഐ ആം ഗ്ലാഡ് എന്ന ക്ലോസിലും ഐ ഹാവ് റിസീവ്ഡ് ഗുഡ് കമൻസ് എന്നതിലും സെയിം സബ്ജക്റ്റാണ്. ഇപ്പോൾ നമുക്ക് ടു ഹാവ് പ്ലസ് V3 വെച്ചിട്ട് നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. ഇത് ഒന്നുകൂടെ വ്യക്തമായി പഠിക്കാനായി നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. എക്സാമ്പിൾസ് മനസ്സിലാക്കിയാൽ മാത്രമേ നിങ്ങൾക്ക് ഈ ടു ഹാവ് പ്ലസ് V3 എന്നതിൽ ഡൗട്ടൊന്നും ഇല്ലാതെ ഇത് ക്ലിയർ ആവുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ എല്ലാവരും ടു ഹാവ് പ്ലസ് V3യുടെ എക്സാമ്പിൾ ശ്രദ്ധിക്കുക. അവൻ വീട്ടിലേക്ക് ഒറ്റയ്ക്കാണ് പോയതെന്ന് അവൻ സമ്മതിച്ചു. ഹീ അഗ്രീഡ് അവൻ സമ്മതിച്ചു. ഹീ അഗ്രീഡ് ടു ഹാവ് ഗോൺ ഹോം അലോൺ. ഇവിടെ ടു ഹാവ് പ്ലസ് V3 ടു ഹാവ് ഗോൺ, പിന്നെയാണ് വീട്ടിലേക്ക് ഒറ്റയ്ക്കാണ് പോയതെന്ന്, ഹോം അലോൺ. മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഹീ അഗ്രീഡ് ടു ഹാവ് ഗോൺ ഹോം അലോൺ. ആ സെൻറ്റൻസ് സ്ട്രക്ചർ മാത്രം ക്ലിയർ ആക്കിയാൽ മതിയാവും. ടു ഹാവ് കഴിഞ്ഞാൽ പിന്നെ V3 ഫോം തന്നെ വെക്കണം. എല്ലാം മനസ്സിലായതായി അവൾ അഭിനയിക്കുന്നു. ഷീ പ്രെറ്റൻസ് ടു ഹാവ് അണ്ടർസ്റ്റുഡ് എവറിത്തിങ്. ഷീ പ്രെറ്റൻസ് ടു ഹാവ് അണ്ടർസ്റ്റുഡ് എവറിത്തിങ്. അടുത്തതൊരു ഫ്യൂച്ചറിലൊരു കാര്യമാണ്. 2022 എക്സാം പാസ്സാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഐ ഹോപ്പ് ടു ഹാവ് പാസ്ഡ് ദ എക്സാം ഇൻ 2022. ഇവിടെ ഫ്യൂച്ചറിലെ കാര്യമാണെന്ന് നമുക്ക് വ്യക്തമായിട്ട് അറിയാം. കാരണം 2022 കാര്യമാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് പറഞ്ഞത് എന്ന് ആ സെൻറ്റൻസിൽ തന്നെ വ്യക്തമാണ്. അപ്പോൾ മലയാളത്തിൽ നമ്മൾ ഇങ്ങനെ പറയും, 2022 എക്സാം എന്തായാലും ഞാൻ പാസ്സാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എന്ന് പറയാൻ ഐ ഹോപ്പ് ടു ഹാവ് പാസ്ഡ് ദ എക്സാം ഇൻ 2022. അവനെ കണ്ടിട്ട് നിന്നെ എവിടെയോ വെച്ച് കണ്ടിട്ടുള്ളതായി തോന്നുന്നു. ഹീ സീംസ് ടു ഹാവ് സീൻ യു സംവേർ. ഹീ സീംസ് ടു ഹാവ് സീൻ യു സംവേർ. എത്തിയിട്ടുള്ളതായി തോന്നുന്നു. ഇറ്റ് സീംസ് ടു ഹാവ് റീച്ച്ഡ്. ഇറ്റ് സീംസ് ടു ഹാവ് റീച്ച്ഡ്. ഇവിടെ എത്തിയിട്ടുള്ളതായി തോന്നുന്നു എന്ന് പറയാൻ ആരെത്തി എന്ന് പറയുന്നില്ല. അതുകൊണ്ടാണ് ഇവിടെ ഇറ്റ് സീംസ് ടു ഹാവ് റീച്ച്ഡ് എന്ന് പറഞ്ഞത്. അവൻ എത്തിയതായി തോന്നുന്നു എന്നാണെങ്കിൽ ഹീ സീംസ് ടു ഹാവ് റീച്ച്ഡ് എന്ന് പറയാം. ഇത് ആക്റ്റീവ് വോയിസ് തന്നെയാണ്, പാസീവ് വോയിസ് അല്ല. പാസീവ് വോയിസ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നേ ഉള്ളൂ. ആ ദിവസം ഓഫീസിൽ കൃത്യസമയത്ത് എത്തിയതിൽ അയാളെ തന്നെ അഭിനന്ദിച്ചു. ഹീ അപ്രിഷിയേറ്റ്സ് ഹിംസെൽഫ് ടു ഹാവ് റീച്ച്ഡ് ഓഫീസ് ഓൺ ടൈം ദാറ്റ് ഡേ. He appreciates himself to have reached office on time that day. അപ്പോൾ നമുക്കിനി നെഗറ്റീവ് സെൻസ് എങ്ങനെയാണ് വരുന്നത് നോക്കാം. അതായത് നോട്ട് ചേർത്ത് ഇതെങ്ങനെ പറയും എന്ന് നോക്കാം. അതായത് ഇപ്പോൾ നമ്മൾ പറഞ്ഞത് ചെയ്തതിൽ, ചെയ്തതായി, ചെയ്തിട്ടുണ്ടെന്ന് എന്നൊക്കെയാണ് പറഞ്ഞത്. ഇനി അതല്ല, ചെയ്യാത്തതിൽ,
ചെയ്തിട്ടില്ലാത്തതായി. ഇതൊക്കെ എങ്ങനെ പറയാമെന്ന് നമുക്ക് നോക്കാം. ആ രഹസ്യം പുറത്തു വിട്ടിട്ടില്ലെന്ന് അവൻ അവകാശപ്പെട്ടു. ഹീ ക്ലെയിംഡ് നോട്ട് ടു ഹാവ് റിവീൽഡ് ദ സീക്രറ്റ്. ഹീ ക്ലെയിംഡ് നോട്ട് ടു ഹാവ് റിവീൽഡ് ദ സീക്രറ്റ്. അപ്പം നോട്ട് വെച്ചത് എവിടെയാണെന്ന് മനസ്സിലായല്ലോ. ടു ഹാവിന് തൊട്ട് മുമ്പാണ് നോട്ട് വെച്ചത്. എൻ്റെ ജോലി പൂർത്തിയാക്കിയിട്ടില്ലാത്തതിൽ ഞാൻ ഖേദിക്കുന്നു. ഐ ആം സാഡ് നോട്ട് ടു ഹാവ് ഫിനിഷ്ഡ് മൈ വർക്ക്. ഐ ആം സാഡ് നോട്ട് ടു ഹാവ് ഫിനിഷ്ഡ് മൈ വർക്ക്. അടുത്തിടെയൊന്നും അവനെ വിളിച്ചിട്ടില്ലെന്ന് അവൾ സമ്മതിക്കുന്നു. ഷീ അഗ്രീസ് നോട്ട് ടു ഹാവ് കോൾഡ് ഹിം ലേറ്റ്ലി. ഷീ അഗ്രീസ് അവൾ സമ്മതിക്കുന്നു. നോട്ട് ടു ഹാവ് കോൾഡ് ഹിം അവനെ വിളിച്ചിട്ടില്ലെന്ന്. നോട്ട് ടു ഹാവ് കോൾഡ് വിളിച്ചിട്ടില്ലെന്ന്. ലേറ്റ്ലി എന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്തിടെ, ഇപ്പോൾ ഈ അടുത്തൊന്നും കുറച്ച് മുമ്പ് വരെ എന്നൊക്കെയാണ് അർത്ഥം ലേറ്റ്ലിയുടെ അർത്ഥം. ലേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വൈകുക എന്നാണ് അർത്ഥം. പക്ഷെ അതേ രീതി തന്നെ ലേറ്റ്ലിക്ക് എടുക്കരുത്. ലേറ്റ്ലി എന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്തിടെ എന്നാണ് അർത്ഥം. ഷീ അഗ്രീസ് നോട്ട് ടു ഹാവ് കോൾഡ് ഹിം ലേറ്റ്ലി. ഇനി അടുത്തതായി നമുക്കിതിൻ്റെ പാസീവ് നോക്കാം. അതായത് പാസീവ് വോയിസിൽ വെക്കുന്നത് ടു ഹാവ് ബീൻ ആണ്. അതൊന്ന് ശ്രദ്ധിക്കൂ. ഞാനൊരു എക്സാമ്പിൾ പറയാം. എന്നെ അഭിനന്ദിച്ചതിൽ എനിക്ക് സന്തോഷമുണ്ട്. ആരാണ് എന്നെ അഭിനന്ദിച്ചത് എന്നുള്ളത് ഞാൻ പറയുന്നില്ല. എന്നെ അഭിനന്ദിച്ചതിൽ എനിക്ക് സന്തോഷമുണ്ട് എന്നേ പറയുന്നുള്ളൂ. അപ്പോൾ ഇവിടെ പാസീവ് വോയിസ് ആണ് വെക്കേണ്ടത്. അപ്പോൾ ഇവിടെയും സബ്ജക്റ്റ് ഒന്നാണ്. അത് അഭിനന്ദനം കിട്ടിയതും എനിക്ക് സന്തോഷിച്ചതും ഞാനാണ്. അപ്പോൾ നമുക്കത് എങ്ങനെ പറയാൻ നോക്കാം. ഐ ആം ഗ്ലാഡ് ഞാൻ സന്തോഷിക്കുന്നു. എന്തിനാണ് സന്തോഷിക്കുന്നത്? അഭിനന്ദിച്ചതിൽ. ടു ഹാവ് ബീൻ അപ്രിഷിയേറ്റഡ്. ഐ ആം ഗ്ലാഡ് ടു ഹാവ് ബീൻ അപ്രിഷിയേറ്റഡ്. അവനെ റെസ്റ്റോറൻറ്റിലേക്ക് കൊണ്ടുപോകാത്തതിൽ അവൻ ദേഷ്യത്തിലാണ്. ആരാണ് അവനെ റെസ്റ്റോറൻറ്റിലേക്ക് കൊണ്ടുപോകാത്തത് എന്ന് ഇവിടെ പറയാത്തത് കൊണ്ട് ഇവിടെ നമുക്ക് പാസീവ് വോയിസ് വെക്കാം. ഹീ ഈസ് ആംഗ്രി നോട്ട് ടു ഹാവ് ബീൻ ടേക്കൺ ടു റെസ്റ്റോറൻറ്റ്. ഹീ ഈസ് ആംഗ്രി നോട്ട് ടു ഹാവ് ബീൻ ടേക്കൺ ടു റെസ്റ്റോറൻറ്റ്. അവളെ ക്ഷണിച്ചതായി അവൾ അവകാശപ്പെടുന്നു. ഷീ ക്ലെയിംസ് ടു ഹാവ് ബീൻ ഇൻവൈറ്റഡ്. ഷീ ക്ലെയിംസ് ടു ഹാവ് ബീൻ ഇൻവൈറ്റഡ്. അപ്പോൾ ഇവിടെ നമ്മൾ ആക്റ്റീവ് വോയിസും പാസീവ് വോയിസും പഠിച്ചു. ഇതിൽ 2 സെൻറ്റൻസും ശ്രദ്ധിക്കുക. അവൻ വീട്ടിലേക്ക് ഒറ്റയ്ക്കാണ് പോയതെന്ന് അവൻ സമ്മതിച്ചു. ഹീ അഗ്രീഡ് ടു ഹാവ് ഗോൺ ഹോം അലോൺ. ഹീ അഗ്രീഡ് ടു ഹാവ് ഗോൺ ഹോം അലോൺ. അവളെ ക്ഷണിച്ചതായി അവൾ അവകാശപ്പെടുന്നു. ഷീ ക്ലെയിംസ് ടു ഹാവ് ബീൻ ഇൻവൈറ്റഡ്. ഷീ ക്ലെയിംസ് ടു ഹാവ് ബീൻ ഇൻവൈറ്റഡ്. ഈ സെൻറ്റൻസിൽ സബ്ജക്റ്റ് ഒന്നാണ്. അതായത് ആദ്യത്തെ സെൻറ്റൻസിൽ ഒറ്റയ്ക്ക് പോയതും അവനാണ്, സമ്മതിച്ചതും അവനാണ്. രണ്ടാമത്തെ സെൻറ്റൻസിൽ ക്ഷണിക്കപ്പെട്ടത് അവളെയാണ്, അത് അവകാശപ്പെടുന്നതും അവളാണ്. അപ്പോൾ നമുക്ക് രണ്ടിലും ഒരേ സബ്ജക്റ്റ് തന്നെയാണ് വന്നത്. ഇനി സബ്ജക്റ്റ് എങ്ങാനും മാറുമ്പോൾ എങ്ങനെയാണ് അത് വെക്കുക എന്നുള്ളതാണ് പറയുന്നത്. അതിനായി ഉപയോഗിക്കുന്നതാണ് ഫോർ ഹാവിങ്. ഫോർ ഹാവിങ് പ്ലസ് V3. അങ്ങനെ തന്നെയാണ് ഇതിൻ്റെ സെൻറ്റൻസ് സ്ട്രക്ചർ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഹാവിങ് പഠിച്ചിരുന്നു. ആ സമയത്ത് ഞാൻ ഈ ഫോർ ഹാവിങ്ങിനെ കുറിച്ച് പറയാതിരുന്നത്. ഈ ടു ഹാവ് പഠിച്ചവർക്ക് മാത്രമേ ഫോർ ഹാവിങ് പഠിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഫോർ ഹാവിങ് ഉപയോഗിക്കാമെന്ന് നോക്കാം. സമയത്തിന് പ്രൊജക്റ്റ് പൂർത്തിയാക്കിയത് കൊണ്ട് ഞാൻ അവളെ അഭിനന്ദിക്കുന്നു. ഇവിടെ നമ്മൾ വേറൊരു തരത്തിൽ പറയും, ഞാൻ അവളെ അഭിനന്ദിക്കുന്നു കാരണം അവൾ സമയത്തിന് പ്രൊജക്റ്റ് പൂർത്തിയാക്കി. ഐ അപ്രിഷിയേറ്റ് ഹെർ ബിക്കോസ് ഷീ ഹാസ് കംപ്ലീറ്റഡ് ദ പ്രൊജക്റ്റ് ഓൺ ടൈം. അപ്പോൾ അവൾ പ്രൊജക്റ്റ് സമയത്തിന് പൂർത്തിയാക്കിയിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ അവളെ അഭിനന്ദിച്ചു എന്ന് വേണമെങ്കിലും പറയും. ഷീ ഹാസ് കംപ്ലീറ്റഡ് ദ പ്രൊജക്റ്റ് ഓൺ ടൈം, സോ ഐ അപ്രിഷിയേറ്റ് ഹെർ. ഇവിടെ കാരണം, അതുകൊണ്ട് എന്നുള്ളതിനൊക്കെ ബിക്കോസ്, സോ എന്നൊക്കെ വെച്ചു. ഇതൊക്കെ മാറ്റി അതിന് പകരമായി വെക്കുന്നതാണ് ഫോർ ഹാവിങ് എന്നത്. ഇപ്പോൾ നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും, സോ ബിക്കോസ് എന്ന് വെച്ചതുകൊണ്ട് എന്താണ് തെറ്റെന്ന്. തെറ്റൊന്നുമില്ല, ഗ്രാമാറ്റിക്കലി വളരെ കറക്റ്റാണ്, നമുക്ക് അങ്ങനെ പറയാം. എന്നാൽ നമ്മളോട് ഈ ഫോർ ഹാവിങ് വെച്ചൊരു സെൻറ്റൻസ് നമ്മളോട് പറയുമ്പോൾ നമുക്കത് മനസ്സിലാവണമല്ലോ. ഇത് ഫോർ ഹാവിങ് വെച്ച് സംസാരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് എന്നുള്ളവർ സോ ബിക്കോസ് തന്നെ വെച്ച് സംസാരിച്ചോളൂ, നോ പ്രോബ്ലം. ഇത് നമ്മളോട് ആരെങ്കിലും ഫോർ ഹാവിങ് വെച്ച് സെൻറ്റൻസ് പറയുകയാണെങ്കിൽ നമുക്കത് മനസ്സിലാകണമല്ലോ. അതിനു വേണ്ടിയാണ് ഈ ഫോർ ഹാവിങ്ങിൻ്റെ സെൻറ്റൻസ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. ഫോർ ഹാവിങ് വെച്ച് സെൻറ്റൻസ് പറയുന്നത് കുറച്ചുകൂടി സ്റ്റാൻഡേർഡാണ് സോ ബിക്കോസ് ഒക്കെ വെക്കുന്നതിനേക്കാൾ. അപ്പോൾ എന്തായാലും ഇത് ശ്രദ്ധിക്കും. ഐ അപ്രിഷിയേറ്റ് ഹെർ ഫോർ ഹാവിങ് കംപ്ലീറ്റഡ്, പൂർത്തിയാക്കിയത് കൊണ്ട്. ഫോർ ഹാവിങ് കംപ്ലീറ്റഡ് ദ പ്രൊജക്റ്റ് ഓൺ ടൈം.
ഇവിടെ ശ്രദ്ധിക്കൂ, ഐ അപ്രിഷിയേറ്റ് ഹെർ, ഞാൻ അവളെ അഭിനന്ദിക്കുന്നു. ഫോർ ഹാവിങ് കംപ്ലീറ്റ് ചെയ്തതുകൊണ്ട്. ദ പ്രൊജക്റ്റ് ഓൺ ടൈം, കൃത്യസമയത്ത് പ്രൊജക്റ്റ് കംപ്ലീറ്റ് ചെയ്തതുകൊണ്ട്. മത്സരത്തിൽ ജയിച്ചതുകൊണ്ട് ഞാൻ അവനിൽ സന്തോഷിക്കുന്നു. ഐ ആം ഗ്ലാഡ് അബൌട്ട് ഹിം ഫോർ ഹാവിങ് വൺ ദ റൈസ്. ഐ ആം ഗ്ലാഡ് അബൌട്ട് ഹിം ഫോർ ഹാവിങ് വൺ ദ റൈസ്. ഓൺലൈൻ ക്ലാസ്സുകൾ മിസ്സാക്കിയതിന് ടീച്ചർ അവളുടെ സ്റ്റുഡൻറ്റിനെ വിമർശിച്ചു. ദ ടീച്ചർ criticized her student for having missed online classes. The teacher criticized her student for having missed online classes. ഇനി നമുക്കിതിൻ്റെ നെഗറ്റീവ് നോക്കാം. കോഫി ഷോപ്പിൽ അവനെ കാണാത്തതുകൊണ്ട് അവൾ അവനോട് ദേഷ്യത്തിലാണ്. She is angry with him for not having met him at a coffee shop. ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെ നോട്ട് വെച്ചത് ഫോറിനും ഹാവിങ്ങിനും ഇടയിലാണ്. നേരത്തെ നമ്മൾ ടു ഹാവ് എന്നുള്ളതിന് നോട്ട് വെച്ചത് ടുവിന് തൊട്ട് മുന്നിലാണ്, ടു ഹാവ് എന്നുള്ളതിന് തൊട്ട് മുന്നിലാണ് നോട്ട് വെച്ചത്. നോട്ട് ടു ഹാവ് എന്നാണ് പറഞ്ഞത്. പക്ഷെ ഇവിടെ ഫോർ ഹാവിങ് എന്നുള്ളതിൽ ഫോറിനും ഹാവിങ്ങിനും ഇടയിലാണ് നോട്ട് വെക്കുന്നത്. സെൻറ്റൻസ് ഒന്നുകൂടി പറയാം. ഷീ ഈസ് ആംഗ്രി വിത്ത് ഹിം ഫോർ നോട്ട് ഹാവിങ് മെറ്റ് ഹിം അറ്റ് കോഫി ഷോപ്പ്. സമൂഹത്തിന് നല്ല ചിന്തകൾ നൽകാത്തതുകൊണ്ട് ആ മൂവി ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. I dislike this movie for not having given good thoughts for the society. I dislike this movie for not having given good thoughts for the society. ഇനി നമുക്ക് ഇപ്പോൾ പഠിച്ചിട്ടുള്ള to have plus V3, to have been plus V3 and for having plus V3, ഇത് മൂന്നും ഒരുമിച്ച് സെൻറ്റൻസായി പറഞ്ഞു നോക്കാം. അപ്പോൾ പിന്നെ കൺഫ്യൂഷൻ അങ്ങോട്ട് തീർന്നു കിട്ടും. ആവശ്യത്തിന് അവനെ സഹായിച്ചതിൽ ഞാൻ സന്തോഷിക്കുന്നു. ഐ ആം ഗ്ലാഡ് ടു ഹാവ് ഹെൽപ്ഡ് ഹിം ഇൻ നീഡ്. ഐ ആം ഗ്ലാഡ് ടു ഹാവ് ഹെൽപ്ഡ് ഹിം ഇൻ നീഡ്. സമയത്തിന് എന്നെ സഹായിച്ചതിൽ എനിക്ക് സന്തോഷമുണ്ട്. ഐ ആം ഗ്ലാഡ് ടു ഹാവ് ബീൻ ഹെൽപ്ഡ് ഇൻ നീഡ്. ഐ ആം ഗ്ലാഡ് ടു ഹാവ് ബീൻ ഹെൽപ്ഡ് ഇൻ നീഡ്. സമയത്തിന് അവൻ അവളെ സഹായിച്ചതിൽ ഞാൻ അവനിൽ സന്തോഷിക്കുന്നു. ഐ ആം ഗ്ലാഡ് അബൌട്ട് ഹിം ഫോർ ഹാവിങ് ഹെൽപ്ഡ് ഹെർ ഇൻ നീഡ്. ഐ ആം ഗ്ലാഡ് അബൌട്ട് ഹിം ഫോർ ഹാവിങ് ഹെൽപ്ഡ് ഹെർ ഇൻ നീഡ്. അപ്പോൾ ഈ 3 എക്സാമ്പിൾ നന്നായി ശ്രദ്ധിച്ച് 2-3 പ്രാവശ്യം വായിക്കുക, എങ്കിലേ ഇത് തമ്മിലുള്ള ആ ഒരു ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ഇതിനെക്കുറിച്ച് കൺഫ്യൂഷൻ ഒഴിവാക്കാൻ കുറച്ചുകൂടെ കാര്യങ്ങൾ ഞാൻ പറയാം. അതായത് ടു ഹാവ് വെക്കുമ്പോൾ, അതുപോലെ ടു ഹാവ് ബീൻ വെക്കുമ്പോൾ ഇവിടെ ആദ്യത്തെ ക്ലോസ്, അതായത് ഐ ആം ഗ്ലാഡ്, അതിനൊപ്പം മറ്റൊരു പ്രോനൗണും ഉപയോഗിക്കാൻ പാടില്ല. ഐ ആം ഗ്ലാഡ് എന്ന് കഴിഞ്ഞ് നേരിട്ട് ടു ഹാവ് അല്ലെങ്കിൽ ടു ഹാവ് ബീൻ ഉപയോഗിക്കണം. ഇനി ഫോർ ഹാവിങ് എന്നുള്ളതിൽ നിർബന്ധമായും ഐ ആം ഗ്ലാഡ് എന്ന് കഴിഞ്ഞ് എബൌട്ട് ഹിം, എബൌട്ട് ഹെർ അങ്ങനെയൊക്കെ വെക്കാം. അതുപോലെ ഷീ ഈസ് ആംഗ്രി ടു ഹാവ് എന്ന് വെക്കാം. ഷീ ഈസ് ആംഗ്രി ടു ഹാവ് ബീൻ എന്ന് വെക്കാം. ഷീ ഈസ് ആംഗ്രി വിത്ത് ഹിം ഫോർ ഹാവിങ് എന്നാണ് വെക്കേണ്ടത്. ഓക്കെ, ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. സെൻറ്റൻസിൻ്റെ സ്ട്രക്ചറാണ് അവിടെ പ്രധാനം, അതിനനുസരിച്ചാണ് മീനിങ് മാറുന്നത്. അതൊന്നുകൂടി നന്നായി ശ്രദ്ധിച്ച് വായിക്കുക. 3 എക്സാമ്പിളും വളരെ നന്നായി ശ്രദ്ധിച്ച് വായിച്ചാൽ മാത്രമേ കൺഫ്യൂഷൻ ഇല്ലാതെ ഇത് നിങ്ങൾക്ക് സംസാരിക്കുമ്പോൾ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എല്ലാവർക്കും ടു ഹാവ് ബീൻ, ഫോർ ഹാവിങ് ഇതിനെക്കുറിച്ചൊക്കെ നന്നായി മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുന്നു. ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് ചോദിക്കാവുന്നതാണ്. അപ്പോൾ ഇത് വളരെ ഈസി ആക്കാൻ നിങ്ങളിത് പ്രാക്ടീസ് ചെയ്തേ പറ്റൂ. പിന്നെ എല്ലാവരും നന്നായി പ്രാക്ടീസ് ചെയ്യണം. എങ്ങനെ പ്രാക്ടീസ് ചെയ്യണമെന്ന് അറിയാത്തവർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അത് കണ്ട് എങ്ങനെ പ്രാക്ടീസ് ചെയ്യണം എന്നുള്ളതിൻ്റെ വീഡിയോ കണ്ട് നന്നായി തന്നെ പ്രാക്ടീസ് ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് ഇതിൽ വേണ്ട പോർഷൻസ് ഏതൊക്കെയാണെന്ന് നിങ്ങൾക്ക് തന്നെ കമൻറ്റ് ബോക്സിൽ റിക്വസ്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അടുത്തൊരു ഐഡിയ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.